ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം ബേസിസ് എന്നൊരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യലും അതുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട് പ്രൂവ് ചെയ്യലൊക്കെയാണ്. അതിനുമുമ്പേ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻസ് ഒരു ഡിഫൈൻ ചെയ്തപ്പം ഫൈനൈറ്റ് സെറ്റിന് മാത്രമേ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ. ഒരു ഇൻഫിനിറ്റ് സെറ്റ് എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക ഡിപ്പെൻഡൻ്റ് ആവുക അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനത് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഇതാണ് ഒരു ഇൻഫിനിറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഡെഫിനിഷൻ. ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഫിനിറ്റ് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഫൈനൈറ്റ് സബ്സെറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അതായത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് ഡിപ്പെൻഡൻ്റ് ആയിപ്പോയാൽ നമ്മൾ ആ സെറ്റിന് എന്ത് പറയും, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയും. ഇതാണ് ഡെഫിനിഷൻ. ഞാൻ ഇതിൽ കൂടുതൽ കളിക്കുന്നില്ല, കാരണം നമ്മൾ ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുക ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസുകളാണ്. അപ്പം ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസുകളിൽ ഒന്നും തന്നെ ഇൻഫിനിറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റില്ല എന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിലധികം കളിക്കേണ്ടല്ലോ. അപ്പോൾ എനിവേ അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇൻഫിനിറ്റ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റൊക്കെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് മാറ്റിയിട്ട് ഞാൻ ബേസിസിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാണ്. ഇതാണ് ബേസിസിൻ്റെ ഡെഫിനിഷൻ. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ഇതൊരു സിമ്പിൾ ഡെഫിനിഷനാണ്, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ഒരു സെറ്റ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആണെന്ന് പറയണമെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കണം. മാത്രമല്ല അതിൻ്റെ സ്പാൻ എടുത്താൽ നമുക്ക് ആ ഫുൾ സ്പേസ് കിട്ടുകയും വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ R2 ഒരു ബേസിസാണിത്. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, നമുക്കറിയുന്ന തന്നെയാണ്. ഇതിൻ്റെ സ്പാൻ എടുത്താൽ എൻ്റെ സ്പേസ് R2 കിട്ടും. സോ ദിസ് ഇസ് എ ബേസിസ് ഫോർ R2. അതേപോലെ തന്നെ R2ൻ്റെ മറ്റൊരു ബേസിസാണ്. ഇതും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇതിൻ്റെ സ്പാൻ എടുത്താൽ എൻ്റെ R2 കിട്ടും, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ കൂടി. ഇവിടെ PMF എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി അറ്റ്മോസ്റ്റ് M അല്ലേ, വിത്ത് കോഎഫിഷ്യൻസ് ഫ്രം ദ ഫീൽഡ് F ഇൻക്ലൂഡിങ് 0 പോളിനോമിയൽ. അതാണ് PMF. അതിൻ്റെ ബേസിസ് ആയിട്ട് ഇത് വരും. സോ ഞാൻ ബേസിസ് എന്നാൽ ഡിഫൈൻ ചെയ്തു, എക്സാമ്പിൾസൊക്കെ തന്നു. ഇനി ഞാനൊരു റിസൾട്ടിലേക്ക് പോകാം. ഈ റിസൾട്ട് വായിക്കുന്നതിന് മുമ്പ് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ R2 ഒരു സബ്സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് R2ൻ്റെ ബേസിസ് ആണോ? അല്ല, കാരണം ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, നമുക്കറിയാം. ദിസ് ഇസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതുകൊണ്ട് തന്നെ ഇത് R2ൻ്റെ ബേസിസ് ഒന്നുമല്ല. പക്ഷേ ഇത് R2നെ സ്പാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി R2യുടെ ഒരു വെക്റ്റർ 2, 3 എടുത്തു. ഈ 2, 3നെ ഈ സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇവിടെ ഞാൻ 2 രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം ചോദിക്കാം. R2ൻ്റെ ഒരു ബേസിസ് തരാം. ഇതിപ്പോൾ ബേസിസ് അല്ല, ഇതിന് പകരം R2ൻ്റെ ഒരു ബേസിസ് തരാം ഞാൻ. നമുക്ക് പരിചയമുള്ള സാധാ ബേസിസ് തന്നെ. ഇവിടെ R2ൻ്റെ ഈ ബേസിസ് എടുത്തു. മാത്രമല്ല ഈ 2, 3നെ ഈ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി ഞാൻ ഇവിടെ എഴുതി ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2, 3നെ ഇവിടെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് 2 രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഈ 2, 3നെ ഇതിൻ്റെ ഈ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇതല്ലാത്ത മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് എഴുതാൻ പറ്റുമോ? നിങ്ങൾ പോസിറ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയണു എഴുതാൻ പറ്റില്ല, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇതല്ലാത്ത മറ്റൊരു രീതിയിലാണ്. അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും, ഇതിനെ ഇങ്ങനെ എഴുതാനോ, ഇസ് ഈക്വൽ ടു 3 × 0 1 + 2 × 1 0. അതായത് ഇതിനൊന്ന് ഓർഡർ മാറ്റി ചെയ്താൽ അതല്ലാരും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓർഡർ മാറ്റി ചെയ്തിരിക്കലും 1 കോഎഫിഷ്യൻ്റ് 2 സ്ഥലത്തും 2 എന്നാണ്. അതുപോലെ തന്നെ 0 1 കോഎഫിഷ്യൻ്റ് 2 സ്ഥലത്തും 3 എന്നാണ്. സോ കോഎഫിഷ്യൻസ് ഒന്നും മാറിയിട്ടില്ല, ഓർഡർ മാറിയിട്ടില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കോഎഫിഷ്യൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട്, ഇതിലുള്ള വെക്ടേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെയല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഈ 2, 3 എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനിയാണ് ഈ റിസൾട്ടിൻ്റെ പ്രസക്തി. ഈ റിസൾട്ട് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ കണ്ട പോലെ ഒരു വെക്റ്റർ സ്പേസ് വിൻ്റെ ഒരു ബേസിസാണ് ഈ ബി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ സ്പേസിലെ ഏതൊരു വെക്റ്റർ W എടുത്തു കഴിഞ്ഞാലും ആ Wനെ ഈ ബേസിസിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് യുണീക്ക് വേയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇതുപോലെ മൾട്ടിപ്പിൾ വേ ഉണ്ടാവില്ല. ഇനി ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിൻ്റെ കോൺവേഴ്സും ട്രൂ. അതായത് നമ്മളെ വെക്റ്റർ സ്പേസിൻ്റെ അകത്തുള്ളൊരു സെറ്റാണ് ഈ ബി എന്ന് വിചാരിക്കുക, V1 സെറ്റ് V. എന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസിലുള്ള ഏതൊരു വെക്ടർ എടുത്താലും അതിന് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതാൻ പറ്റും. മാത്രമല്ല യുണീക്ക് വേയിൽ, ഒറ്റ വേയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാം ദിസ് ബി ആ സ്പേസിൻ്റെ ഒരു ബേസിസ് ആയിരിക്കും ഉറപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് തോന്നുന്നു പ്രൂവ് ചെയ്യാം. പ്രൂഫ് ചെയ്യാൻ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്, ബാക്കി നമുക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിസൾട്ട് ആയതുകൊണ്ട് ആദ്യം ഞാൻ ഈ ബി നമ്മുടെ സ്പേസിൻ്റെ ഒരു ബേസിസ് ആണ് അസ്യൂം ചെയ്തു. ഇനി നമ്മളെന്താ കാണിക്കേണ്ടത്, ഇത് ബേസിസ് ആണെങ്കിൽ നമ്മുടെ സ്പേസിലെ ഏതൊരു വെക്ടർ W എടുത്തു കഴിഞ്ഞാലും ആ Wനെ ഈ ബേസിസിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് യുണീക്ക് വേയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്ന് കാണിക്കണം. ഒന്നിലധികം വേയിൽ എഴുതാൻ പറ്റില്ല എന്ന്. ഒരു വേയിൽ ഇപ്പോൾ എന്തായാലും എഴുതാൻ പറ്റില്ല, എന്തെങ്കിലും തർക്കമുണ്ടോ?
എഴുതാൻ പറ്റും. കാരണം എന്താ, ഈ ബി നമ്മുടെ സ്പേസിൻ്റെ ബേസിസ് ആണ്. ബേസിസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ സ്പേസ് കിട്ടും. സോ ഈ സ്പേസിൽ ഏതൊരു വെക്ടർ W എടുത്തു കഴിഞ്ഞാലും അതിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഒരു പേര് ഇപ്പം എന്തായാലും എഴുതാം. ഈ ഡൗട്ട് ഉള്ളത് 2 പേര് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതും ഇവിടെ അസ്യൂം ചെയ്തു. ഈ നമ്മളെടുത്ത W-നെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇങ്ങനെ 2 പേര് എഴുതാൻ പറ്റും ഞാൻ ഇവിടെ അസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. നമുക്ക് ഇവിടുന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ 2 വേ ഒന്നുമില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ സെയിം തന്നെയാണെന്ന് കിട്ടും. സോ നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്യാൻ ഞാൻ ഇവിടെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്, ഈ ബേസിസിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് 0 വെക്ടർ എഴുതിയാണ്. ഇനി ഈ ബേസിസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അല്ലേ. അപ്പോൾ അതിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് 0 എഴുതുമ്പം അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എന്തായിരിക്കണം, 0 ആയിരിക്കണം ബൈ ദ ഡെഫിനിഷൻ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അല്ലേ. എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദിസ് സിംപ്ലൈസ് ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ അതായത് C1 - D1 0 ആണ്, എക്സെട്ര Cn - Dn = 0 എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് ഈ ബേസിസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഇവിടെ എനിക്ക് എന്ത് പറയാം, C1 = D1 എന്ന് പറയാം, എക്സെട്ര Cn = D എന്ന് പറയാം. അപ്പോൾ പ്രൂഫായില്ലേ നോക്കൂ അല്ലേ. ഇവിടെ നമ്മൾ 2 രീതിയിൽ എഴുതാമെന്ന് അസ്യൂം ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടി, ഇവിടുത്തെ ഈ കോഎഫിഷ്യൻസ് ഒക്കെ സെയിം തന്നെയാണ് അല്ലേ. C1 - D1 എക്സെട്ര Cn - Dn ഒക്കെ സെയിം തന്നെയാണ്. സോ ഇങ്ങനെ 2 രീതിയൊന്നുമില്ല, ഒരൊറ്റ രീതിയിൽ മാത്രമേ ഈ W എഴുതാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിൻ്റെ കോൺവേഴ്സും പ്രൂവ് ചെയ്യാം. കോൺവേഴ്സ് നമ്മുടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക, നമ്മുടെ സ്പേസിൽ ഏതൊരു വെക്ടർ W എടുത്തു കഴിഞ്ഞാലും ആ W-നെ ഈ ബിയിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് യുണീക്ക് വേയിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, ദിസ് ബി ഈസ് എ ബേസിസ് ഓഫ് അവർ വെക്ടർ സ്പേസ് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബി ബേസിസ് ആണെന്ന് പറയുമെങ്കിൽ എന്തൊക്കെ കാണിക്കണം, ഒന്ന് ബി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം, 2 ബീൻ്റെ സ്പാൻ എടുത്താൽ നമുക്ക് ഫുൾ സ്പേസ് വി കിട്ടുമെന്ന് പറയും വേണം. സ്പാൻ എടുത്താൽ ഫുൾ സ്പേസ് കിട്ടുമെന്ന് പറയാനൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സ്പേസിൽ ഏതൊരു വെക്ടർ W എടുത്തു കഴിഞ്ഞാലും അതിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് യുണീക്ക് വേയിൽ എഴുതാം. എനിവേ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ ഏതൊരു വെക്ടറിനെയും, അപ്പോൾ ഇതിൻ്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പാനിൽ സ്പേസിലുള്ള എല്ലാ വെക്ടറും വരും. സോ സ്പാൻ ബി = വി, അതിൽ തർക്കമൊന്നുമില്ല. ഇനി ഈ ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കൂടി പറയണം അല്ലേ. അതും വളരെ ഈസിയാണ്. കാരണം ഇത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ മാത്രമേ 0 വെക്ടർ തരുള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ. ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷനും 0 തരില്ല എന്ന് പറഞ്ഞു. അത് വളരെ ഈസിയാണ്. കാരണം എന്താ, നമുക്കറിയാം ഈ 0 വെക്ടർ നമ്മുടെ സ്പേസിലുള്ള ഒരു എലമെൻ്റ് ആണ് അല്ലേ. 0 belongs to V. നമ്മളെന്താ അസ്യൂം ചെയ്തത്, നമ്മുടെ സ്പേസിലുള്ള ഏതൊരു വെക്ടർ എടുത്താലും അതിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് യുണീക്ക് വേ, ഒറ്റ വേയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ 0 വെക്ടറിന് എന്തായാലും ഇതിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാലോ അല്ലേ. 0v1 + എക്സെട്ര + 0v എന്ന് പറഞ്ഞാൽ നമുക്ക് 0 വെക്ടർ കിട്ടും. ഇനി ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷനും കൂടി 0 വെക്ടർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ 0നെ 2 രീതിയിൽ എഴുതാൻ പറ്റി, ഒന്ന് ട്രിവിയൽ വേലും ഒന്ന് നോൺ ട്രിവിയൽ വേലും. അതുണ്ടോ, നമ്മളെന്താ അസ്യൂം ചെയ്തത്, ഏത് വെക്ടർ എടുത്താലും അതിനെ ഒറ്റ രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ഓൾറെഡി 0 വെക്ടർ ആയതുകൊണ്ട് പിന്നെ ഒരൊറ്റ നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എന്ത് തരില്ല, 0 വെക്ടർ തരില്ല. സോ ദിസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ബി ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പം ഈ കേസിൽ ബീൻ്റെ സ്പാൻ എടുത്താൽ ഫുൾ സ്പേസ് കിട്ടുമെന്നും പറഞ്ഞു, ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദിസ് ബി ഈസ് എ ബേസിസ് ഓഫ് അവർ വെക്ടർ സ്പേസ്. അപ്പോൾ നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത റിസൾട്ട് അടുത്ത വീഡിയോ